വീണ്ടും വാർത്തകളിലേക്ക്. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ഇടിച്ച് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി സലാമാണ് മരിച്ചത്. ബൈക്കിന് പിന്നിൽ ബസ് വന്നിടിച്ചാണ് അപകടമുണ്ടായത്. സ്വകാര്യ ബസ് അമിത വേഗതയിലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടുവരാം. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മറ്റൊരു ജീവൻ കൂടി കവർന്ന വാർത്തയാണ് രാവിലെ കളമശ്ശേരിയിൽ നിന്ന് വരുന്നത്. കളമശ്ശേരി ഫ്ളൈ ഓവറിന് സമീപമാണ് ഇന്ന് രാവിലെ 9 മണിക്ക് ശേഷം ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അപകടത്തിൽ സ്വിഗ്ഗി ജീവനക്കാരൻ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത്. 41 വയസ്സാണ് പ്രായം. അദ്ദേഹം രാവിലെ ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അതായത് ഇൻസ്റ്റമാർട്ടിന്റെ ഗോഡൌണിലേക്ക് സാധനങ്ങൾ എടുക്കാനായി പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. CCTV ദൃശ്യങ്ങൾ അതിന്റെ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിന്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമിത വേഗതയിലായിരുന്നു സ്വകാര്യ ബസ്. ഈ ബൈക്ക് പോകുമ്പോൾ സ്വകാര്യ ബസ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സൈഡിലൂടെ വരികയും ബൈക്കിൽ ഇടിക്കുകയും അതിനുശേഷം അദ്ദേഹം ഈ ബസിന്റെ അടിയിൽപ്പെടുകയുമായിരുന്നു. ഇതുപോലെ സാധാരണക്കാരുടെ ജീവിതത്തിനും ജീവനും വില കൽപ്പിക്കാത്ത ഒരു സംഭവമില്ല. ഈ റൂട്ട് ബസ് ഈ ബസ്സുകാർ ചെയ്യുന്നത് തെമ്മാടിത്തരം പറഞ്ഞാൽ തെമ്മാടിത്തരം, തെണ്ടിത്തരം. ഇതുപോലെ വേറെ ആരും ചെയ്യില്ല. കാരണം എറണാകുളം നഗരത്തിൽ ഈ തിരക്കിനിടയിൽ കൂടെ ബസ്സുകാർ പോകുന്ന ഇത് കണ്ടാൽ നമ്മളെപ്പോലെയുള്ള ബൈക്കുകാർക്കൊന്നും പോകാൻ പറ്റില്ല. ഇതിലെ മെയിൻ പ്രതികൾ ശരിക്കും ഡ്രൈവർ മാത്രമല്ല, ഇതിൻ്റെ റൂട്ട് ബസ് മുതലാളിയും കൂടിയാണ്. ഇവൻ്റെയൊക്കെ പെർമിറ്റും കട്ട് ചെയ്യണം. പിന്നെ ഇവൻ്റെ ലൈസൻസ് ഇവൻ ജീവിതത്തിൽ ഇനി ബസ് ഓടിക്കാൻ പാടില്ല ഈ ഡ്രൈവർ. കാരണം അത്രയ്ക്ക് തെമ്മാടിത്തരമാണ് ഇവർ റോഡുകളിൽ കാണിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാർ ഞങ്ങളെപ്പോലുള്ള ബൈക്കുകാർക്ക് ഏറ്റവും കൂടുതൽ പേടി ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങാൻ വേറെ ബസ്സോ ലോറിയോ ബൈക്കുകളോ കാറോ ഒന്നുമല്ല, ഇതുപോലെയുള്ള ഈ ബസ്സുകൾ മാത്രമാണ്, പ്രൈവറ്റ് ബസ്സുകൾ. പണ്ടെല്ലാം KSRTC കൂടുതൽ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ കാണിക്കുന്ന തെമ്മാടിത്തരം, തെണ്ടിത്തരം, ചെറ്റത്തരം സാധാരണക്കാരൻ്റെ ജീവിതത്തിനും ജീവനും ഒരു മര്യാദയും കൊടുത്തിട്ടില്ല. അവന് ഒരു മര്യാദയും കൊടുത്തിട്ടില്ല. അവർ ചെയ്യുന്നത് വളരെ തെമ്മാടിത്തരമായിട്ടാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോട് സംസാരിക്കാനും പറ്റില്ല. സംസാരിച്ചാൽ എടുത്ത് അടിക്കാൻ വരുന്ന പോലെയാണ് അവർ തിരിച്ച് സംസാരിക്കുന്നത്. അവർക്ക് റോഡിലൂടെ ഇത്രയും വലിയ സാധനം എങ്ങനെയൊക്കെയോ ബൈക്ക് കട്ട് ചെയ്തിട്ട് പോകുന്ന പോലെയാണ് അവർ കട്ട് ചെയ്തിട്ട് പോകുന്നത്. ബൈക്ക് നമ്മളെങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് അവരൊരു ബസ്സിന് കട്ട് ചെയ്ത് ഹോണിട്ടിച്ച് നമ്മളെയും കൂടി പേടിപ്പിച്ചിട്ട് പറപ്പിക്കുന്ന വണ്ടി. അവർ സെൻറ്ററിലൂടെ പോകുന്നുണ്ടാവും. പിന്നെ അവർക്ക് ഒരു 50 മീറ്റർ 100 മീറ്റർ ഗ്യാപ്പിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും. ഹോണിട്ടിച്ച് നമ്മളെ തള്ളി മാറ്റുന്ന പോലെയാണ് ഹോണിട്ടിച്ചിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം. എടാ ബസ് മുതലാളിയും മനുഷ്യന്മാരെ, ഇവിടെ സാധാരണ അവനൊരു കുടുംബമുണ്ട്. ഞങ്ങളെപ്പോലെ ബൈക്കിൽ പോകുന്ന ആളുകൾക്ക് കുടുംബമുണ്ട്, മനസ്സിലായില്ലേ? ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മകളുണ്ട്, മോനുണ്ട്. ഇതൊക്കെ ഒന്നും മനസ്സിലാക്കടാ നാറികളെ. നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾ അതേപോലെ റോഡിലൂടെ ഓടുന്ന ആളുകൾക്ക് അത് ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങളുടെ ജീവന് ഭീഷണിയില്ലാതെ ഓടിക്കുക. ഈ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാവാതെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി വയ്ക്കുന്നുണ്ട്, അടി കൂടുന്നുണ്ട്. അത് ഞങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്തോ ചെയ്യും, പരസ്പരം എന്തോ ചെയ്യും. നിങ്ങൾ 2 ബസ്സുകാരും ബസ് മുതലാളിമാർ തമ്മിലും ഡ്രൈവർമാർ തമ്മിലും ക്ലീനർമാർ തമ്മിലും അടി വയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്തോ ചെയ്യും. ഞങ്ങളെപ്പോലെയുള്ള സാധാരണപ്പെട്ട ആളുകൾ ഓടട്ടെ, ബൈക്കിൽ പോകട്ടെ. ബൈക്കുകാരും സൈക്കിളുകാരും നടക്കുന്നവർക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ ബസ്സുകാർക്ക് മാത്രം നൊട്ടാനല്ല, ബസ്സുകാർക്ക് മാത്രം പോകാനല്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ആ വ്യക്തി കുറച്ച് സെൻറ്ററിലൂടെ പോയിരിക്കുന്നത് ഓക്കെ, പക്ഷേ നീയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സ്പീഡിലാണ് നീ ആ ചെറിയ റോഡിലൂടെ. അത് ഒരു ഷോർട്ട് റോഡല്ലേ, പാലത്തിൻ്റെ താഴെയുള്ള സർവീസ് റോഡാണ് അല്ലേ. ആ സർവീസ് റോഡിലൂടെ നീ എന്ത് പോകുന്നത്? അവിടെ ഒരു ബൈക്കുകാരൻ പോകുന്നത് കാണുന്നില്ലേ നീ? അപ്പോൾ ഹോൺ അടിച്ചിട്ട് അവനൊന്ന് ലെഫ്റ്റിലേക്ക് ഒതുങ്ങാനുള്ള ഗ്യാപ്പ് കൊടുക്കണ്ടേ? അത്രയും സമയമെങ്കിലും കൊടുക്കണ്ടേ? നീ നിൻ്റെ അമ്മനെ കെട്ടിക്കാനുള്ള വായു ഗുളിക മേടിക്കാനാണോ ഇങ്ങനെ പോകുന്നത്? ഒരു ജീവൻ പോയപ്പോൾ തനിക്ക് സമാധാനമില്ല. എത്ര ജീവനാടാ നാറികളെ നിങ്ങൾ കാരണം പോകുന്നത്? പരത്തണ്ടികളെ, നിങ്ങൾ കാരണം എത്ര ജീവനാണ് പോകുന്നത്?
നിങ്ങൾക്കൊന്നും മനസാക്ഷി ഇല്ലടാ, ഇല്ലേ? മാറിച്ചെറ്റകളെ, മനസാക്ഷി ഇല്ലേ നിങ്ങൾ? എന്നിട്ട് വീണ്ടും നാളെ മുതൽ വീണ്ടും ഇവർക്കൊക്കെ പെർമിറ്റ് കൊടുക്കും. എൻ്റെ LDF ഗവൺമെൻറ് ഗണേഷ് കുമാർ സാറേ, നിങ്ങളൊക്കെ ഇതൊന്ന് കണ്ടിട്ട് ഇവനെയൊന്നും ഇനി പെർമിറ്റ് കൊടുക്കാനും പാടില്ല, ഇവനൊന്നും ഇനി ജീവിതത്തിൽ വളയം പിടിക്കാൻ പാടില്ല, അകത്ത് കിടക്കണം, ഭീകരമായ ഫൈൻ ഇടണം, ഭീകരമായ ഫൈൻ ഇടണം. എന്നാലാണ് ഈ നാറിയൊക്കെ ഇനി റോഡിലൂടെ പോകുമ്പോൾ പഠിക്കുകയുള്ളൂ, ബസ് മുതലാളിമാരും പഠിക്കുകയുള്ളൂ. ബസ് മുതലാളിമാർ കളക്ഷൻ എന്ന് പറഞ്ഞ് ചാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത്. ഇപ്പോൾ മെയിനായിട്ട് എറണാകുളം നഗരത്തിൽ എന്നും സംഭവമാണിത്. മെയിനായിട്ട് ഈ ബസ്സുകാർ ചെയ്യുന്ന പരിപാടിയാണ്. പ്രൈവറ്റ് ബസ്സുകാർ കളക്ഷന് വേണ്ടി ചത്ത് കുത്തി ഓടി നമ്മൾ ബൈക്കിൽ പോകുന്നുണ്ട്, നമ്മളെ പേടിപ്പിച്ച് നമ്മളെ വഴി മാറ്റി, നമ്മൾ ചിലപ്പോൾ പേടിച്ചിട്ട് നമ്മൾ വീഴും, ബസ്സിന് അടിയിലേക്ക് പോകും. അങ്ങനെയാണ് ഇവർ ചെവിയിൽ വന്നിട്ട് ഹോൺ അടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇനിയെങ്കിലും എനിക്ക് ഗവൺമെൻറ്റിനോട് പറയുന്നത്, LDF സർക്കാരിനുള്ളത്, നമ്മൾ സാധാരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരാണല്ലോ LDF സർക്കാർ. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള നാറി മുതലാളിമാരിനെ സപ്പോർട്ട് ചെയ്യാതെ ആ ബസ് കണ്ട് ഇനി ഒരു ബസ്സുള്ള മുതലാളിയാണെങ്കിലും 100 ബസ്സുള്ള മുതലാളിയാണെങ്കിലും ബസ് ഇനി പുറത്തേക്ക് ഇറക്കരുത്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. ഇനി ഒരാളും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനി അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു വഴി ദയവ് ചെയ്തിട്ട് ഞങ്ങളെ പോലുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് റോഡിലൂടെ മര്യാദയ്ക്ക് പോകണം. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി